ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ പുതിയ OS ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാച്ച് OS 10.5 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ വാച്ചിൻ്റെ OS. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് വാച്ച് ഫേസസും അതുപോലെ തന്നെ LGBT+ കമ്മ്യൂണിറ്റിക്ക് ഓണർ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സും ഫിക്സസും ഒക്കെ നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിന് ഓൾമോസ്റ്റ് ഒരു സൈസ് വന്നേക്കുന്നത് 255 MB ആണ് നമുക്ക് സൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ച ഇതാണ് അപ്ഡേറ്റിൻ്റെ ഈ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ ചേഞ്ചസ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ എന്തായാലും ആപ്പിൾ വാച്ചിൽ കാണിച്ചാൽ ഞാൻ ഓഫീസിൽ ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഓൺ ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വാച്ച് ഫേസസ് എക്സ്ട്രാ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളിതിൽ വേറെ വലിയ സംഭവമൊന്നും കണ്ടില്ല. ചെറുതായിട്ട് ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. നോർമലി നമുക്കൊരു 1.5 ദിവസമൊക്കെ നമുക്കിത് കിട്ടാറുള്ളൂ. SE2 ആണ്. അപ്പോൾ അതിന് ഇത് ചെറുതായിട്ട് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ട്. പിന്നെ സ്മൂത്ത് സംഭവം ഓൾമോസ്റ്റ് സ്മൂത്ത് തന്നെയാണ്, വലിയ സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ ഇവരുടെ ഈ ബട്ടൻ്റെ അലൈൻമെന്റും അതുപോലെ തന്നെ നമ്മുടെ ചെറുതായിട്ടൊക്കെ നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക ബാക്ക് പോകുന്നതും അങ്ങനത്തെ നമ്മുടെ മുകളിൽ നിന്ന് വലിക്കാനുള്ളതും ഇതാണ് ആ പുതിയ സംഭവം കേട്ടോ. ഇത് വാച്ച് ഫേസ് ആണ് പുതിയത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനിമേഷൻ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കണ്ടോ, ആനിമേഷൻ വരണേ. ഇതാണ് നമ്മുടെ ഹോം പേജ്. നമുക്ക് ചെറുതായിട്ട് വൈബ്രേഷൻസും സംഭവങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മളത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. ഞാൻ ആക്ച്വലി അൾട്രാ വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആമസോണിൽ 64,000 ഇപ്പോൾ വാച്ച് അൾട്രാ 1 കിട്ടും. വലിയ ഡിഫറൻസ് ഒന്നുമില്ല 2 ആയിട്ട്. പക്ഷേ 64 രൂപ കൊടുത്തൊരു വാച്ച് വാങ്ങിക്കാന്ന് പറയുമ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു ആകെ ഒരു വിഷമം. പക്ഷേ എനിക്കതിൻ്റെ ഡിസൈനും എനിക്ക് വലിയ വാച്ചുകളാണ് ഇഷ്ടം. ഇത് 44 mm ആണ്. അപ്പോൾ ഇതെനിക്ക് ചെറുതാണ്. ഞാൻ നോർമലി വലിയ എൻ്റെ Amazfitൻ്റെ TRX 2 ആണ്. അത് വലുതാണ്, നമ്മുടെ G-Shockൻ്റെ പോലെ. അപ്പോൾ അതാണ് നോർമലി ഞാൻ കട്ടാറ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസമൊക്കെ നമുക്ക് ഇത് കിട്ടുള്ളൂ. എന്താ പറയുക എൻ്റെ നമ്മുടെ ബാറ്ററി ബാക്കപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണിച്ചുതരാം. ഓൾമോസ്റ്റ് 97% നമുക്ക് ബാറ്ററി ഹെൽത്ത് ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നോർമലി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഈ സാധനം ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് അത്യാവശ്യം കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമായിട്ടാണ് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് സ്ക്രാച്ച് സംഭവമൊന്നും ഇല്ല. ഞാൻ അത്യാവശ്യം നല്ലോണം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു കേസ് ഇടാറുണ്ട്. പക്ഷേ കേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് എഫക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ സംബന്ധിച്ച് ഞാൻ അത് LTE വെർഷൻ നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ജിയോന്ന് എയർടെലിലേക്ക് മാറി. അപ്പോൾ അതിന് ശേഷം കുറച്ച് ഷോക്കാണ്. ജിയോ വരുന്നപ്പോൾ നമുക്കിത് സുഖമായിട്ട് വാച്ച് കൂടെ തന്നെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ തന്നെ നമുക്ക് സുഖമായിട്ട് ഇതിൽ നമ്മുടെ LTE കണക്ഷൻ നമ്മുടെ ഫോണിലത്തെ നമ്പർ ഇതിലേക്ക് സുഖമായിട്ട് eSIM ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് സുഖമായിരുന്നു. എയർടെൽ ഭയങ്കര ഒരു കുതിര സംഭവമാണ്. അത് ഭയങ്കര പണിയാണ്. അപ്പോൾ അത് ഫേസ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. LTE സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ജിയോ ആണെങ്കിൽ സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സിമ്പിൾ പ്രോസസ്സാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ആപ്പിൾ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. ഞാൻ വലിയ സൈസും സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നോർമലി ഞാൻ ഉപയോഗിക്കാറുള്ള വാച്ച് ഫേസ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ മാറ്റിയതാണ്. എനിക്ക് ഓവറോൾ ഞാൻ അതിൽ സാംസങ് വാച്ചും ഉണ്ട്. അപ്പോൾ ഞാൻ ഓവറോൾ നോക്കുക കഴിഞ്ഞാൽ നമുക്കതൊരു ആപ്പിൾ വാച്ചിൻ്റെ വാച്ച് ഫേസസ് കുറച്ച് ഷോക്കാണ് കേട്ടോ. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ, അത് ഷോകം തന്നെയാണ്. ബാറ്ററി ബാക്കപ്പും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാംസങ് വാച്ചിനായിട്ടൊക്കെ കുറച്ച് ഷോകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേജർലി വാച്ച് അൾട്രാ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇത്രയും പ്രൈസ് കൊടുത്തൊരു വാച്ച് വാങ്ങിക്കാന്ന് പറയുമ്പോൾ കുറച്ച് ഓവറല്ലേ. നമ്മൾ നോർമലി ഫൈനാൻഷ്യൽ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിൽ നമ്മൾ ഇതേപോലെ അൺനെസറി പർച്ചേസൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ മെയിൻ ചാനൽസൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും. നമ്മളതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്, പേഴ്സണൽ ഫിനാൻസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ തുടങ്ങുമ്പോൾ കണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി ഫിനാൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്, IT-യിലും വർക്ക് ചെയ്തതാണ്. അപ്പോൾ രണ്ടിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ടെക്കും ഇതും കൂടി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരു ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ സാധനം അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. അത് നല്ല അപ്ഡേറ്റ് തന്നെയാണ്. കുറേ പേരൊന്നും നോർമൽ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് മാത്രമേ ചെയ്യുള്ളൂ. ഈ സാധനം അപ്ഡേറ്റ് ചെയ്യാറില്ല. പക്ഷെ ഇത് നല്ല അപ്ഡേറ്റ് ആണ്. ബാറ്ററി ഹെൽത്ത് എനിക്ക് തോന്നുന്നു ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് നല്ലോണം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കുറച്ച് വാൾപേപ്പേഴ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് HNB.bank-support നിങ്ങൾക്ക് അതുകൂടെ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോൺസ് ഒക്കെ നമ്മുടെ റെഫറൽ ത്രൂ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നോക്കാൻ മറക്കണ്ട, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.